ഇന്ന് ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് ബീച്ച് കാണിക്കാൻ പോവാണ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ എല്ലാവർക്കും ഒഴിവുള്ള ദിവസമാണല്ലോ. സോ ഞങ്ങൾ എല്ലാവരും കൂടെ കാണാൻ പോവാണ്. ഞങ്ങളെല്ലാവരും ഒരുങ്ങി അമ്മ റെഡിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ പോണത് പപ്പയുടെ ഓട്ടോയിലാണ്. ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ പപ്പയുടെ ഓട്ടോറിക്ഷയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ഓട്ടോയാണ്. ഇത് ഞങ്ങൾ എല്ലാവരും റെഡിയായി, അമ്മയും കൂടി റെഡി ചെയ്ത് ഞങ്ങൾ പോവാണ് കേട്ടോ. പോണത് വേറെ എങ്ങോട്ടും ഇല്ല, അഴീക്കോട് ബീച്ചിലേക്കാണ്. അഴീക്കോട് ബീച്ച് ഞങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ഉള്ളതിൽ ഏറ്റവും ദൂരം കുറവ് അവിടേക്കായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു മണിക്കൂറിന് ശേഷം ദേ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പപ്പ ഒരു ചായ പറഞ്ഞ് ദേ ആ കടയിൽ ഇരിക്കുകയാണ് കേട്ടോ. പപ്പയുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ബീച്ചിനുള്ളിൽ കയറി. ചെല്ലുമ്പോൾ തന്നെ അത് സൈഡിലായിട്ട് ഒരു പാർക്കാണ് കേട്ടോ. നമ്മൾ മോർണിംഗ് ചെന്നുകൊണ്ട് അത് ഓപ്പൺ അല്ലായിരുന്നു. വൈകിട്ടൊക്കെ ആകുമ്പോഴേ അത് ഓപ്പൺ ആവുള്ളൂ. പിന്നെ ദേ ഈ വണ്ടിയമ്മ കയറ്റി ഇത് ഒരു റൗണ്ട് അടിക്കുന്നതിന് 100 രൂപ. 2 പിള്ളേരെയും ഒരുമിച്ച് കയറ്റുകയും ചെയ്യും. അപ്പോൾ അതിലും കൂടി കയറ്റി നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. ശേഷം നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് അവിടെ ഒടിഞ്ഞു കിടക്കുന്ന കുറച്ച് മരങ്ങൾ ഉണ്ടായിട്ടോ. അതിൽ കയറിയ പിള്ളേർ കളി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഉപ്പിലിട്ട വാങ്ങി ഇതിൻ്റെ സൈഡിൽ വന്നിരുന്ന് അതങ്ങ് കഴിച്ചു കൂട്ടും. ഇതിൻ്റെ സൈഡിലായിട്ട് വലയൊക്കെയിട്ട് ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്ന വഴി ഫ്രൂട്ട് ബേയിലും കയറി. 2 ഫലൂടിയും ഒരു ബെറിയപ്പുമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. 3ഉം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫലൂടിക്ക് അവിടെ ഓഫറും നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു.